ഇപ്പം ഇന്നലെയും ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പണപ്പിരിവ്, മുസ്ലിം ലീഗ് പാർട്ടി നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ. ഞാൻ എൻ്റെ പേര് ജംഷീറാണ്, ഞാനിതാ എൻ്റെ വീടാണ് ഈ കാണുന്നത്, ഈ പുറത്ത് കാണുന്നത് എൻ്റെ വീടാണ്, ഞാൻ അതിൻ്റെ ഗുണഭോക്താവാണ്. അപ്പം നമ്മൾ ഒരു കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾ ഗുണഭോക്താക്കൾ മാത്രമായിട്ട് ഒരു കമ്മിറ്റി കൂടി ഞങ്ങൾ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് ഈ വീട് തന്ന അല്ലെങ്കിൽ ഞങ്ങളെ ഈ ഒരു ലെവലിൽ എത്തിച്ച ഞങ്ങളെ പാർട്ടിയോടും അതുപോലെ മറ്റു സന്നദ്ധ സംഘടനകൾ അതുപോലെ ഞങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളെ അയൽവാസികളെ വിളിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രീറ്റ് നടത്തുകയാണ് 27-ാം തീയതി. അപ്പോൾ ഞങ്ങൾ ഒരു സ്വകാര്യ പരിപാടി ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് വലിയൊരു ടൗൺഷിപ്പ് ഏരിയയാണ്, പിന്നെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം തന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പൊതുപരിപാടി ആക്കുമ്പോൾ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഇതിൽ നിൽക്കില്ല. അപ്പോൾ ഞങ്ങളെ കുടുംബങ്ങളും ഞങ്ങളെ അയൽവാസികളും അതുപോലെ ഈ ഇവിടെയുള്ള പ്രാദേശിക ജില്ലാ സംസ്ഥാന നേതാക്കളൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഞങ്ങൾ ഒരു നന്ദി സൂചകമായിട്ട് ഞങ്ങളൊരു പരിപാടി നടത്തുകയാണ്. അപ്പോൾ അതിനാണ് ഇന്നലെ ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പണപ്പിരിവാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഈ 51 കുടുംബം ഞങ്ങളാണ് ഈ ഒരു എമൗണ്ട് എടുക്കുന്നത്, കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങളാണ് ഈ എമൗണ്ട് എടുക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കില്ലാത്ത പ്രയാസമാണ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വെറുതെ ഫേസ്ബുക്കിലൊക്കെ കുറിക്കുന്നത്. അല്ല, ഇന്നിപ്പോ വൈകുന്നേരം നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ ദേശാഭിമാനി പത്രം തന്നെ ഖേദം പ്രകടിപ്പിച്ച് വിളിച്ചു. അവരാണ് ഇത് പബ്ലിഷ് ചെയ്തത്, അവരാണ് ന്യൂസിൽ കൊടുത്തത്, ഇങ്ങനെ വൈറലാക്കിയത്. ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ചെയ്തത് അവരാണ്, അവരുടെ ന്യൂസിൽ നിന്ന് വന്ന സാധനമാണ്. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് രാവിലെ എന്റെ വീടിന്റെ കുറച്ച് ക്ലീനിങ് പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഇവിടെ വന്നതാ, എനിക്കൊരു പണി എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും വിളിക്കുക, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ് എന്റെ ഫോൺ ചാർജ് കഴിഞ്ഞു, ഫോൺ ഹാങ് ആയിരിക്കും. കാരണം ഇത് ഞങ്ങൾക്ക് ഒരു വിഷയം ഞങ്ങൾ കണ്ടില്ല, എല്ലാവരും ഇവിടെ ഓരോ പരിപാടിയിലാ. 27-ന് കൂടാനുള്ള തിരക്കില്ല ഞങ്ങളത് വലിയൊരു ആഘോഷമായിട്ട് എങ്ങനെ നമുക്ക് ദുരന്തബാധിതരാ. പക്ഷെ ഞങ്ങൾ വലിയ എന്താ പറയാ ഭയങ്കര സംഭവ ആഘോഷമാക്കിയല്ല, ഞങ്ങൾ സന്തോഷം പാർട്ടിക്കും അതുപോലെ ഈ ഞങ്ങളെ സഹായിച്ചവർക്കും കൊടുക്കാന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ ക്യാഷ് എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ വേറെ ഒരാൾക്കോ അല്ലെങ്കിൽ ഇതിന് പുറത്ത് ഇപ്പൊ വീട് കിട്ടാത്തവർ വരെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, പൈസ ഇതാക്കുന്നില്ല. ഞങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും 105 കുടുംബം ഇതിൽ കൂടുന്നുണ്ട്, എങ്ങനെ ഈ പരിപാടിയിൽ കൂടുന്നുണ്ട്. 51 കുടുംബം വീട്ടിൽ കൂടിയിരിക്കുന്നുണ്ട്. ഇതിന്റെ 54 വീടുകൾ ഇനി 51 വീടുകൾ ഇനി താക്കോൽ കൈമാറ്റം നടക്കാണ്ട്, അപ്പൊ അവരും കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കും. പിന്നെ അടുത്ത് കഴിഞ്ഞ് അവരത് നടക്കുമ്പോൾ അതേപോലെ ഞങ്ങൾ അടുത്തൊരു പരിപാടി വെക്കും, അവര് കൂടി ഇതാക്കിയിട്ട് ഞങ്ങളൊരു പുതിയൊരു പരിപാടി വെക്കും. ഇതിപ്പോ ഞങ്ങളൊരു സന്തോഷം, കാരണം നമ്മൾ ഇതുവരെ നമുക്ക് പാർട്ടി ഇങ്ങനെ ഓരോ ഇങ്ങോട്ട് തന്നു, തിരിച്ച് ഞങ്ങൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനാണ് ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ ഇതാണ്. അപ്പം എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എത്രയും ദിവസം നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ സപ്പോർട്ടും കൂടെ ഉണ്ടായ മാതിരി ഇനിയും ഈ 51 കുടുംബങ്ങളാണ് ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. 54 കുടുംബങ്ങൾ ഇനിയും വീട്ടിൽ കൂടാനുണ്ട്. അപ്പൊ അവർക്കും ഇതുപോലുള്ള സപ്പോർട്ടും സ്നേഹവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.